അപ്പോൾ ഗായ്സ്, അടി കൊണ്ടിട്ടുണ്ടോ? അടി വെച്ച് ശരിയായ അടി. ചില ഭർത്താക്കന്മാർ ഒന്ന് പറഞ്ഞ് രണ്ടിന് അടിക്കും. ആ അടി ഭാര്യമാർക്ക് താങ്ങാൻ കഴിയുമെന്ന് പോലും നോക്കൂല. പിന്നെ ഉന്നം തെറ്റൂല. അവരടി ശരിയായ ഉന്നത്തിലുള്ള ഉന്നം തെറ്റാണ്ടുള്ള അടിയായിരിക്കും. അപ്പം ചില ആളെ അടി കൊണ്ടാൽ നമുക്ക് ചിലപ്പം തരിപ്പിളകും, ചിലപ്പം നമ്മൾ കുഴഞ്ഞു വീകും. അങ്ങനെയൊക്കെ എന്തെങ്കിലും നടക്കട്ടെ വിചാരിച്ചിട്ട് അടിക്കുന്നതാണ്. അപ്പം ഞാൻ പറയാം, നമ്മൾ ഈ പഴയ പോലെയല്ല, പണ്ട് അടി കൊണ്ട് അവിടെ തന്നെ ഇരിക്കലായിരിക്കും. അപ്പം ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളൊന്ന് വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ ബാക്കി കാര്യം ഡോക്ടറോട് പറഞ്ഞു കൊടുത്താൽ ബാക്കി കാര്യം ഹോസ്പിറ്റലുകാർ ചെയ്തോളും. പേടിക്കാനൊന്നുമില്ല. കൊണ്ട് നുറുങ്ങിയിട്ടാടൊന്നും ഇരിക്കണ്ട കേട്ടോ. ഇരിക്കുന്ന ആളുണ്ടെങ്കിൽ പറയാം. അപ്പം ചില വീട്ടിൽ ചില അമ്മായിയമ്മമാർ പറയും, രണ്ട് കൊടുക്ക്. എന്ത് കൊടുക്കാനറിയാം? മിഠായി ഒന്നുമല്ല, നല്ല സാധനമൊന്നും കൊടുക്കാൻ പറയില്ല. അത് പറയാം, ആകെ കൊടുക്കാൻ പറയുന്ന അടിയാണ്. ഈ പെണ്ണുങ്ങൾക്ക് അമ്മായിയമ്മമാർക്ക് ഒരു ഇളക്കമുള്ള അമ്മമാരുണ്ട്. കൊടുക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കൊടുക്കുന്ന കാണാണ്ടിരിക്കുമ്പം അവർക്ക് ഏടെ പിടിച്ചാലാണ് ആ ആണിന് ഏടെ പിടിച്ചാലാണ് ദേഷ്യം വരിക, അവിടെ വെച്ച് കളിക്കും. അത് ആ ഉമ്മ മനസ്സിലാക്കും. അമ്മയാണെങ്കിൽ അമ്മ, ഉമ്മയാണെങ്കിൽ ഉമ്മ, അവർ മനസ്സിലാക്കും. ചിലപ്പോൾ പറയും, എൻ്റെ കുഞ്ഞിനെ അടിച്ച് പണിയാക്കി. അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്തു കൊണ്ടുപോകുന്ന നേരത്ത് കുഞ്ഞ് കരയുന്നതായിരിക്കും, അതിനടിച്ചു. ആ പെണ്ണുങ്ങൾ അടിച്ചത് കണ്ടിട്ടും ഉണ്ടാവില്ല, ഈ പെണ്ണ് അടിച്ചിട്ടും ഉണ്ടാവില്ല. കുട്ടി എന്തോ ഇല്ല് കരഞ്ഞതായിരിക്കും, എടുത്തു പോകുന്നതായിട്ടോ എങ്ങനെയോ കുഞ്ഞ് കരഞ്ഞായിരിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ അടിക്കാൻ അയച്ചിട്ട് അടുപ്പിക്കുന്ന പാരൻസ്, അതായത് അമ്മമാരുണ്ട്. ഓൻ അടിച്ചിട്ട് അങ്ങ് പോവും ഗൈസ്. വേദനയും അസുഖങ്ങളൊക്കെ വരാൻ പെണ്ണിനാണ്. അപ്പം അടി കൊണ്ട് ജീവിക്കുന്ന ഓളോട് പ്രത്യേകം പറയുക, അടി കൊള്ളാൻ നിൽക്കരുത്. ഫസ്റ്റ് ടൈം നമ്മൾ അടിക്ക് നിന്ന് കൊടുത്താൽ പിന്നെ ചെണ്ട കൊട്ടുന്ന പോലെ അടിക്കൊണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ നമ്മളിപ്പോൾ പഴയ പോലെയല്ല, ഒക്കത്തിനും മാറ്റം. നമ്മൾ തന്നെ കുറച്ച് സ്ട്രോങ് ആവണം. ആവേണ്ടടുക്ക് ആയിട്ടില്ലെങ്കിൽ അവർ കയറിയിരിക്കും തലയിൽ, ഒക്കെ ദ്രോഹമായിരിക്കും. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ലെവലിൽ നിന്നാൽ പിന്നെ അത് വിട്ട് നമ്മളെടുക്ക് കളിക്കാൻ വരില്ല. ഫസ്റ്റ് നമ്മളെടുക്കുന്ന തെറ്റിപ്പോയാൽ അവർ തലയിൽ കയറി നൃത്തം ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് താങ്ങാനും കഴിയില്ല, നമ്മൾ പറയുന്നൊന്നും കേൾക്കുകയില്ല. വല്ലാണ്ട് അങ്ങോട്ട് ചെയ്യുന്ന അമ്മായിയമ്മമാർ എത്രയോ കിടക്കുന്നുണ്ട്. അമ്മായിയമ്മമാർ മാത്രമല്ല, അമ്മായിയമ്മൻ്റെ വാക്ക് കേട്ടിട്ട് കെട്ടിയോളെ ഉപദ്രവിക്കുന്ന എത്രയോ ചെക്കന്മാരുണ്ട്. ചിലയാൾ പ്ലാൻഡാണ്, കളി പിടിക്കാൻ കഴിയില്ല, ഒക്കെ ഉള്ളൂട്ടായിരിക്കും. എല്ലാവരും വിചാരിക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്നോട് എന്ത് സ്നേഹമാണ് എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ അമ്മായിയമ്മക്ക്. നോനോ, ചില കളി ഉള്ളിന്ന് കളിക്കുന്നുണ്ടാവും. അപ്പം നന്നായിട്ട് നോക്കിയിട്ട് മാത്രം വിശ്വസിക്കുക. പെട്ടെന്ന് കയറി ചാടി വിശ്വസിക്കേണ്ട. ഒക്കത്തിനും പണി കയറി വന്ന പെണ്ണിന് കിട്ടും. ഒരിക്കലും നമ്മളെ പാരൻറ്റ് അഥവാ നമ്മളെ പാരൻസ് കാണിക്കുന്ന സ്നേഹം ഒരു വീട്ടിൽ നിന്നും കാണിക്കൂല. കയറി വന്ന പെണ്ണ് എപ്പോഴും അവർക്ക് അന്യ തന്നെയാണ്. അപ്പം ആ ഒരു അകൽച്ച തുടക്കം മുതൽ അവരെ മനസ്സിൽ കാണിക്കും. അവർ അത് വെച്ചിട്ടേ നമ്മളോട് പെരുമാറുള്ളൂ. അപ്പം നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട, കയറിപ്പോയ വീട് നമ്മളെ വീടാണ്, അതിൽ നമ്മളെ ഉമ്മയാണ്, അല്ലെങ്കിൽ നമ്മളെ ഉപ്പയാണ്, അല്ലെങ്കിൽ നമ്മളെ അച്ഛനാണ്, അമ്മയാണ്. നോനോ, ഒരു രക്ഷയില്ല മക്കളെ. അവിടെ തുടങ്ങി നമ്മൾ അനുഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിൽ തന്നെ കുറച്ച് കരുത്തോടെ എൻ്റെ അടുക്ക ഒന്നും നടക്കില്ല എന്നുള്ള മട്ടിൽ നമ്മൾ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ലൈഫ് നല്ല രീതിയിൽ പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നുറുങ്ങലും വായിൽ വന്നൊക്കെ കേൾക്കണം, പറയുന്നൊക്കെ കേൾക്കണം, ഒക്കെ കണ്ണീരിലൊക്കെ ആയിപ്പോവും. അപ്പോൾ പെൺകുട്ടികളോട് പറയാം, പെൺകുട്ടികൾ നല്ല ബോൾഡായിട്ട് നിൽക്കണം. ഓക്കെ. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.